ശീത യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ അത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. സോവിയറ്റ് യൂണിയന്റെ പതനത്തോടുകൂടി പുതിയൊരു ശത്രുവിനെ സൃഷ്ടിക്കുക എന്നുള്ളത് അമേരിക്കയുടെ ആവശ്യമായിരുന്നു. അങ്ങനെ അമേരിക്ക സൃഷ്ടിച്ചെടുത്ത എല്ലാ അർത്ഥത്തിലും സൈദ്ധാന്തികമായും പ്രായോഗികമായും അമേരിക്ക സൃഷ്ടിച്ചെടുത്ത അതിന്റെ തന്നെ ഒരു പ്രതീകമാണ് ബിൻ ലാദൻ എന്ന് പറയുന്നത്. അപ്പൊ അമേരിക്കയാണ് അതിന്റെ സൃഷ്ടികർത്താവ്. ഇപ്പൊ അതിന്റെ സംഹാരിയും അമേരിക്ക ആവുന്നു എന്ന് മാത്രം. നമുക്കറിയാം ഉസാമ ബിൻ ലാദന്റെ സംഘത്തിന് സായുധപരമായിട്ടുള്ള ലോജിസ്റ്റിക്കലായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ വളർത്തിയത് 80കളിലെ അമേരിക്കൻ ഭരണകൂടമാണ് അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ എന്ന് നമുക്കറിയാം. അന്ന് സോവിയറ്റ് യൂണിയനെതിരെയുള്ള ഒരു അമേരിക്കയുടെ ശീതയുദ്ധത്തിന്റെ ഭാഗമായിരുന്നു അത്. അതിന്റെ ന്യായാന്യായതകൾ ഇപ്പൊ പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. തീർച്ചയായും അമേരിക്കയാണ് ആ അർത്ഥത്തിൽ ഉസാമ ബിൻ ലാദന്റെ സൃഷ്ടികർത്താവ്. ഇന്ന് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതേ ഉസാമ ബിൻ ലാദൻ സോവിയറ്റ് യൂണിയനെ പോലെ തന്നെ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനേക്കാൾ ഭീകര രൂപ പ്രാപിച്ച ഒരു ശത്രുവായി നിലനിൽക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യമായിരുന്നു. കാരണം അമേരിക്ക തന്നെയാണ് നമുക്ക് പറഞ്ഞു തന്നത് ഇങ്ങനെ ഒരാളുണ്ട്, അയാൾ മഹാഭീകരവാദിയാണ്, അയാൾ ഗുഹകളിലൊക്കെ ഇങ്ങനെ താമസിക്കുകയാണ്, ഗുഹകളിൽ ഇരുന്നിട്ട് ആക്രമണങ്ങൾ സംഘടിപ്പിക്കുകയാണ് എന്നൊക്കെയുള്ള കഥകൾ കാലങ്ങളായി അമേരിക്ക പറഞ്ഞു തരികയായിരുന്നു. ആ കഥകൾ അവസാനിച്ചിരിക്കുന്നു എന്നാണ് ഇന്ന് ഒബാമ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ദാവൂദ്, ഇതോടുകൂടി ഭീകരവാദം, ആഗോള ഭീകരവാദം എന്ന വിഷയം ഇല്ലാതാവുന്നുണ്ടോ? കാരണം ഇപ്പോൾ ആ രീതിയിലാണ് അമേരിക്കൻ ഭരണകൂടം പ്രചരിപ്പിക്കുന്നത്. ഭീകരവാദത്തിന്റെ പ്രഭവ കേന്ദ്രങ്ങളെ വലിയൊരളവ് വരെ ഇതോടുകൂടി അമർച്ച ചെയ്യാൻ സാധിച്ചു, ആ രീതിയിലുള്ള പ്രചാരണങ്ങൾ വരുന്നു. ഇതോടുകൂടി ഈ ഒരു വിപത്തിന് വിരാമമാവുന്നോ? ഇതിൽ വലിയൊരു പ്രശ്നമുണ്ട്. ഒന്നാമതായി ആഗോള ഭീകരവാദം എന്ന് പറയുന്ന ഈ ആശയം എന്താണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യേണ്ടി വരും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങൾ ബ്രിട്ടനും ഇസ്രായേലും ഒക്കെ അടങ്ങുന്ന അമേരിക്കൻ അനുകൂല രാജ്യാന്തര ബ്ലോക്ക് ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ എതിർക്കുന്ന അവരുടെ സാർവദേശീയ നയങ്ങളെ, വിദേശ നയങ്ങളെ, അവരുടെ സാമ്രാജ്യത്വ അജണ്ടകളെ, അവരുടെ സാമ്പത്തിക താല്പര്യങ്ങളെ എതിർക്കുന്ന എല്ലാ ബ്ലോക്കുകളും, എല്ലാ സംഘടനകളും, എല്ലാ വ്യക്തികളും, എല്ലാ രാഷ്ട്രങ്ങളും ഭീകര രാഷ്ട്രങ്ങളാണ്. തിന്മയുടെ അച്ചുതണ്ടെന്നാണ് അവർ വിളിക്കുന്നത് അത്തരം രാജ്യങ്ങളെ. അപ്പോ ഈ എന്താണ് ഭീകരവാദം എന്നത് നിർവചിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. അത് നിർവചിക്കപ്പെട്ട് കഴിഞ്ഞാല് ഭീകരവാദം അവസാനിച്ചു അല്ലെങ്കിൽ തുടങ്ങി എന്നൊക്കെയുള്ള വാദത്തിന് പ്രസക്തിയുള്ളൂ. ഉസാമ ബിൻ ലാദൻ കൊല്ലപ്പെട്ടു എന്നുള്ളത് അങ്ങനെ ഒന്ന്, ഉസാമ ബിൻ ലാദൻ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നല്ലാതെ അതിന് മറ്റർത്ഥങ്ങളൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ ദാവൂദ്, താങ്കളിലേക്ക് തിരികെ വരാം. ഇപ്പോൾ ശ്രീ രാജാജി മാത്യു തോമസ് CPI നേതാവാണ്, അദ്ദേഹം MLA ആണ്, നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ രാജാജി മാത്യു തോമസ് എങ്ങനെ പ്രതികരിക്കുന്നു? ഒസാമ ബിൻ ലാദൻ കൊല്ലപ്പെട്ടിരിക്കുന്നു, ഇതോടുകൂടി ഭീകരവാദത്തിന്റെ താഴ്വേര് അറക്കാൻ സാധിച്ചു എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് അമേരിക്കയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു? അമേരിക്ക തന്നെ അതിന് ഇപ്പോ അവസാനം കുറിച്ചിട്ടുണ്ട്. പക്ഷെ ഭീകരവാദം ഇതുകൊണ്ട് അവസാനിക്കുന്നതല്ല. ഭീകരവാദം വളരെ ആഴത്തിൽ വേരോടിയ രാഷ്ട്രീയ പ്രശ്നത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതിനെ ആ അർത്ഥത്തിൽ തന്നെ വിലയിരുത്തുകയും പരിഹാരം കാണുകയും ചെയ്താൽ മാത്രമേ പരിഹാരമാവുള്ളൂ. ഇപ്പോ ഒരു ബിൻ ലാദൻ വധിക്കപ്പെട്ടു. പക്ഷേ അമേരിക്കൻ സാമ്രാജ്യത്വം സൃഷ്ടിച്ച അനേകം ബിൻ ലാദന്മാര് നമ്മുടെ ലോകത്ത് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അത് സമാധാന ജീവിതത്തിന് ഭീഷണിയാണ്, ജനാധിപത്യത്തിന് ഭീഷണിയാണ്. പക്ഷെ അതിന് പരിഹാരം കാണേണ്ടത് അമേരിക്ക പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയത്തെ തിരിച്ചറിയുക എന്നതിലൂടെ മാത്രമാണ്. പക്ഷേ ഈ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഒസാമ ബിൻ ലാദൻ കൊല്ലപ്പെട്ടത് തീർച്ചയായും സ്വാഗതാർഹമാണ്. അതേസമയം ഈ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഒരു പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ് എന്നൊരു വസ്തുതയിലേക്ക് കൂടി കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നു എന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ, മുന്നോട്ടുള്ള വർഷങ്ങളിൽ ഈ ഒരു ഭീകരവാദ വിരുദ്ധ നീക്കങ്ങളിൽ അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്ത കൂട്ടാളിയായി പാകിസ്ഥാൻ മാറുമെന്നതും വ്യക്തമാണ്. അത് തീർച്ചയായിട്ടും അമേരിക്ക വളരെ ദീർഘകാലമായിട്ടുള്ള അവരുടെ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ ദക്ഷിണേഷ്യ ശിഥിലീകരിക്കുക എന്നുള്ളത്. അതില് തീർച്ചയായിട്ടും പാകിസ്ഥാൻ വളരെ ഗൗരവമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ രാഷ്ട്രീയത്തിന്റെ പരിണിത ഫലമാണ് ഇന്ന് പാകിസ്ഥാനിൽ തല ഉയർത്തിയിട്ടുള്ള ഭീകരവാദം. അത് അങ്ങനെ തന്നെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഭീകരവാദത്തിന് ഒരു വിരാമം ഉണ്ടാക്കാൻ നമുക്ക് കഴിയുള്ളൂ. പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്നത് കൊണ്ടും അർത്ഥമില്ല. പാകിസ്ഥാനെ ഈ
ഈ സാമ്രാജ്യത്വ രാഷ്ട്രീയത്തിന്റെ ഒരു കരുവാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. താങ്കൾ സാർവദേശീയ തലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു യുവജന നേതാവായിരുന്നു. എല്ലാ ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും അവസ്ഥകളെ കുറിച്ച് നന്നായി അറിയാം. പലരും തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഈ ഒസാമ മാത്രമല്ല, ഒസാമയെ പേരുള്ള നിരവധി ഭീകരരെ സൃഷ്ടിച്ചത് അമേരിക്ക തന്നെയാണ് എന്നതാണ്. ഇത് പല രാജ്യങ്ങളുടെയും സാഹചര്യങ്ങൾ നേരിട്ട് അറിയാവുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ ഇതിനകത്ത് വസ്തുതയുണ്ടോ? തീർച്ചയായിട്ടും അമേരിക്കയുടെ സാമ്രാജ്യത്വ ആധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ തരത്തിലുള്ള ശിഥിലീകരണ പ്രവണതകളെയും അവര് എക്കാലത്തും പ്രോത്സാഹിപ്പിച്ചു പോന്നിട്ടുണ്ട്. ഇപ്പോ ഒബാമ പ്രസിഡന്റ് ആയിട്ട് അധികാരമേൽക്കുമ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നല്ലോ ഒരു മാറ്റം ഉണ്ടാകുമെന്ന്. അങ്ങനെ ഒരു മാറ്റത്തിന് തയ്യാറല്ല. കാരണം അത് ഒരു വ്യക്തിയെ ആശ്രയിച്ചല്ല നിൽക്കുന്നത്. അമേരിക്ക എന്ന് പറയുന്ന സാമ്രാജ്യത്വ മേധാവി പ്രതിനിധീകരിക്കുന്ന ഒരു രാഷ്ട്രീയമാണത്. ആ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. ഒരു ബിൻ ലാദനെ കൊണ്ട് അവസാനിക്കുന്ന പ്രശ്നമല്ലത്. ഇപ്പൊ അറബ് രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന വലിയ മാറ്റങ്ങൾ, അതും ഇതുപോലെ തന്നെ തിരിച്ചടികൾക്ക് വഴിവെക്കാവുന്നതാണ്. ലിബിയയിലെ ഏകാധിപതിയെ ഒരിക്കലും നമ്മൾ അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ ലിബിയയില് നാറ്റോ ഇടപെടൽ, അമേരിക്കൻ ഇടപെടലുകൾ വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം ഈ മേഖലയ്ക്കാകെ ഉണ്ടാക്കും. വളരെയധികം നന്ദി ശ്രീ രാജാജി മാത്യു തോമസ്. ശ്രീ ദാവൂദ്, ഇപ്പോൾ ശ്രീ രാജാജി മാത്യു തോമസ് ചൂണ്ടിക്കാണിച്ചൊരു കാര്യം വളരെ ശ്രദ്ധേയമാണെന്ന് തോന്നുന്നു. ഇന്നുണ്ടായ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാന വസ്തുത, അറബ് രാജ്യങ്ങളിൽ ജനാധിപത്യ മുന്നേറ്റം അത് നടക്കുന്നു, തീർച്ചയായിട്ടും അത് വേണം. അതോടൊപ്പം തന്നെ ഇതിനെല്ലാം തന്നെ അമേരിക്ക കടന്നു കയറുന്നു, അവിടെയെല്ലാം തന്നെ ഭീകരപ്രവർത്തനങ്ങൾ സജീവമാവുമോ എന്നൊരു ആശങ്ക അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. ഇതിൽ യാഥാർത്ഥ്യമുണ്ടോ? തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ശ്രീ രാജാജി സൂചിപ്പിച്ചത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, അറബ് നാടുകളിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വിപ്ലവങ്ങൾ അത് തീർത്തും ഗ്രാസ് റൂട്ടിൽ നിന്ന് വന്ന ജനകീയ പ്രസ്ഥാനങ്ങളുടെ മുൻകൈയിൽ, ചെറുപ്പക്കാരുടെ മുൻകൈയിൽ, പൗര സംഘടനകളുടെ മുൻകൈയിൽ രൂപപ്പെട്ടിട്ടുള്ള ജനകീയ വിപ്ലവമാണ്. നമ്മളതിന് ജാസ്മിൻ റവല്യൂഷൻ എന്ന് വിളിക്കുന്നത് പോലെ ആ ഒരു കാരണത്താലാണ്. അങ്ങേയറ്റം ജനകീയമായിട്ടുള്ള വളരെ സ്വാഭാവികമായിട്ടുള്ള ഭരണകൂടത്തിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ വളരെ സ്വാഭാവികമായി ഉയർന്നു വന്ന ജനകീയ പ്രക്ഷോഭങ്ങളാണ്. ഇതിനെ റാഞ്ചിയെടുക്കുവാനുള്ള, ഇതിനെ ഹൈജാക്ക് ചെയ്യുവാനുള്ള ശ്രമങ്ങൾ സാമ്രാജ്യത്വ ശക്തികളുടെ ഭാഗത്തു നിന്ന്, അമേരിക്കയുടെയും ഫ്രഞ്ച് ഭരണകൂടത്തിന്റെയും ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ലിബിയയിൽ നമുക്കറിയാം, ഫ്രാൻസിനും ഇറ്റലിക്കും വളരെ നേരത്തെ താല്പര്യമുള്ള ഒരു രാജ്യമാണ് ലിബിയ. അപ്പൊ ലിബിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ ഇടപെടൽ, തീർച്ചയായും ഞാൻ പറയുന്നു, നാറ്റോയുടെ ഇടപെടൽ, ഫ്രാൻസിന്റെ ഇടപെടൽ അവിടെയുള്ള ജനകീയ അഭിലാഷങ്ങളെ അട്ടിമറിക്കുന്നതാണ്. ഇത്തരത്തിൽ അമേരിക്കയുടെ സാമ്രാജ്യത്വ ശക്തികളുടെ ഇടപെടൽ ഈ രാജ്യങ്ങളുണ്ടാകുമ്പോൾ രണ്ടർത്ഥത്തിലാണ് അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഒന്ന്, നിലവിലുള്ള സ്വേച്ഛാധിപതികളായിട്ടുള്ള ഭരണാധികാരികൾക്ക് പിടിച്ചു നിൽക്കുവാനും ആളുകളെ പറഞ്ഞു ഭയപ്പെടുത്തുവാനും കാരണം അതൊരു വിഷയമാകുന്നത്. രണ്ടാമത്തത്, ഉസാമ ബിൻ ലാദനെ പോലുള്ള ആളുകൾ, ബിൻ ലാദനെ മാത്രമായിട്ട് ഞാൻ പറയുന്നില്ല, ആ ഒരു ധാരയെ പ്രതിനിധീകരിക്കുന്ന സംഘങ്ങൾ അറബ് നാടുകളിലും ലോകത്തെല്ലാം എടുത്തുകൊണ്ട് സായുധ പ്രവർത്തനത്തിലൂടെ സാമ്രാജ്യത്വത്തെ ചെറുക്കുന്ന സ്വഭാവത്തിലുള്ള സംഘങ്ങൾ മുസ്ലിം സമൂഹങ്ങളിൽ പണിയെടുത്തുകൊണ്ട് ഈ ഒരു സായുധ ധാരയെ ശക്തിപ്പെടുത്തുവാൻ, അവർക്ക് ക്ലെയിം ലഭിക്കുവാൻ മാത്രമേ അമേരിക്കയുടെ, ഫ്രാൻസിന്റെ ഒക്കെ ഇടപെടൽ കൊണ്ട് സാധിക്കുള്ളൂ. വളരെയധികം നന്ദി ശ്രീ ദാവൂദ്, താങ്കളുടെ നിലപാടുകൾ വ്യക്തമാക്കിയതിന്. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. ശ്രീധന്യ ഹോംസ് വാർത്തകൾ ചുരുക്കത്തിൽ brought to you by ശ്രീധന്യ ഹോംസ് ട്രിവാൻഡ്രം. Luxurious apartments at Srikaryam. Sridhanya Homes, the quality builder you can trust. ലിബിയൻ തലസ്ഥാനമായ ട്രിപ്പോളിയിൽ നിന്ന് നേറ്റോ സഖ്യസേന പിൻവാങ്ങുന്നു. ട്രിപ്പോളിയിലെ UN ഓഫീസുകൾക്ക് നേരെ വ്യാപക ആക്രമണമുണ്ടായ സാഹചര്യത്തിലാണ് സേനയെ പിൻവലിച്ചത്. പ്രസിഡന്റ് ഗദ്ദാഫിയുടെ മകനും ചെറുമക്കളും UN ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് അക്രമാസക്തരായ ജനക്കൂട്ടം UN ഓഫീസുകൾ തകർത്തു. ശ്രീലങ്കൻ സർക്കാരിനെ വിമർശിച്ചു